നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കന്നി ലഗ്നക്കാര് ഭജിക്കേണ്ട ഗ്രഹത്തെയും ആ ഗ്രഹവുമായി ബന്ധപ്പെട്ട ദേവതയെയും കുറിച്ചാണ്. ഇവർ ഈ പറയുന്ന രീതിയിൽ ചെയ്തു പോന്നാൽ ജീവിതത്തിൽ ഉന്നതി ഉണ്ടാകും, അഭിവൃദ്ധി ഉണ്ടാകും. ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നും വിധ ഉയർച്ച നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകും. അതിന് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം ചെയ്യണം നിത്യവും. അപ്പോൾ കന്നി ലഗ്നം, നമ്മൾ ഈ കാണുന്ന ചിത്രത്തിൽ കന്നി ലഗ്നം എഴുതിയിട്ടുണ്ട്. ആ കന്നി ലഗ്നം ലാ എന്ന് രേഖപ്പെടുത്തും. ലാ എന്ന് രേഖപ്പെടുത്തുകയായിരിക്കും നിങ്ങളുടെ കന്നി ലഗ്നം. അതായിരിക്കും ഒന്നാം ഭാവം. അത് കഴിഞ്ഞിട്ട് രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ തുലാം രാശിയാണ്. മൂന്നാം ഭാവം എന്ന് പറഞ്ഞാൽ വൃശ്ചിക രാശിയാണ്. നാലാം ഭാവം എന്ന് പറഞ്ഞാൽ ധനുരാശിയാണ്. അഞ്ചാം ഭാവം അതാണ് മകരരാശി. നമ്മുടെ അഞ്ചാം ഭാവം അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഭജിക്കേണ്ട ഗ്രഹത്തെയും ഈശ്വരനെയും ചിന്തിക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ നിത്യവും അനുഷ്ഠിച്ചാൽ നമുക്ക് ഒരു പരിധിവരെ എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും ശാന്തി ലഭിക്കും, മോചനം ലഭിക്കും. അപ്പം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മകരം രാശിയാണ് കന്നി ലഗ്നക്കാരുടെ അഞ്ചാം ഭാവം. അപ്പോൾ ശനിയാണ് ഈ രാശിയുടെ അധിപൻ. അപ്പോൾ ശനിയുടെ ഈ സ്തോത്രം ജപിച്ച ശേഷം ശാസ്താവിനെയും ശിവനെയും ഭജിക്കണം. ശാസ്താവാണ് എല്ലാവരും കൂടുതലും ഭജിക്കുന്നത്. അതുപോലെ തന്നെ ശിവനെയും ഭജിക്കാറുണ്ട് ശരിദോഷം മാറാം. പക്ഷെ ഏറ്റവും നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രീതി നിങ്ങൾ ചെയ്താൽ ശനിയുടെ പൂർണ്ണമായ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. നിങ്ങളുടെ കഷ്ട നഷ്ടങ്ങളെല്ലാം മാറും, ജീവിതം അഭിവൃദ്ധി ഉണ്ടാകും. അപ്പോൾ ഈ പറയുന്ന സ്തോത്രം നിത്യവും രാവിലെ ജപിക്കണം. നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം. ഒന്നുകൂടെ ഞാൻ പറയാം. നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം. ഈ ശനിസ്തോത്രം ജപിച്ച ശേഷം ശിവഭഗവാന്റെ നാമമന്ത്രങ്ങൾ, സ്തോത്രങ്ങൾ, ഗായത്രി മന്ത്രങ്ങൾ ജപിക്കാം. അതുപോലെ തന്നെ ശാസ്താവിൻ്റെ ഗായത്രി മന്ത്രങ്ങൾ, സഹസ്രനാമങ്ങൾ ഉണ്ടാവും, അത് ജപിക്കാം. ശാസ്താവിൻ്റെ നാമങ്ങൾക്ക് ജപിക്കാം. അത് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തിയാൽ ശാസ്താവിൻ്റെ ഗായത്രി മന്ത്രങ്ങൾ എന്തായാലും നിങ്ങൾക്ക് എന്താവശ്യവും നിങ്ങൾ ചോദിച്ചാലും അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ പറയുന്ന രീതി ചെയ്യുക. അപ്പം ശനിയാഴ്ച ദിവസം അടുത്തുള്ള ശാസ്താക്ഷേത്രത്തിൽ പോയി നിങ്ങൾ ഭഗവാന് നീലപ്പട്ട് സമർപ്പിക്കാൻ നോക്കുക, അല്ലെങ്കിൽ കറുത്ത പട്ട് സമർപ്പിക്കുക. ശനി പ്രീതി ലഭിക്കാൻ ഏറ്റവും അത്യുത്തമമാണ്. അതുകൂടാതെ നീല ശംഖുപുഷ്പം സമർപ്പിക്കുക. അങ്ങനെ ചെയ്യാൻ ഏറ്റവും ഉത്തമം. അതുകൂടാതെ നമ്മൾ തേങ്ങ എടുത്തിട്ട് അതിൽ എണ്ണ ഒഴിച്ച് എള്ളുകിഴി നീരാഞ്ജനം, ആ നീരാഞ്ജനം നടത്തി എല്ലാ ശനിയാഴ്ച നടത്തിയാൽ തന്നെ അത്യുത്തമമാണ്. നിങ്ങൾ ശനിപ്രീതി ഉണ്ടാകും, അതുപോലെ ശാസ്താപ്രീതിയും നിങ്ങൾക്ക് ഉണ്ടാകും ജീവിതത്തിൽ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നിത്യവും മുടങ്ങാതെ ചെയ്യാം. നിങ്ങൾക്ക് കഴിയുന്നതാണെങ്കിൽ ഈ നിസ്സാരമായ കാര്യം എള്ളുകഴിയെങ്കിലും നിങ്ങൾ സ്വയം കെട്ടിയിട്ട്, എള്ള് കൊണ്ട് കെട്ടിയിട്ട് കറുത്ത തുണികളിൽ കെട്ടി, കറുത്ത നൂല് കൊണ്ട് കെട്ടി, അത് ഭഗവാന്റെ തിരുമുമ്പിൽ എണ്ണ ഒഴിച്ച് കത്തിക്കുകയാണെങ്കിൽ ഏറ്റവും അത്യുത്തമം. നിങ്ങൾ തന്നെ ചെയ്യണം, അതാണ് ഏറ്റവും അത്യുത്തമം. ഇത് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവിധ ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറും, നിങ്ങൾക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. ശിവഭഗവാന്റെ ആഗ്രഹമുള്ളവർ ശിവക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട ജലധാരയാണ്, ആ ജലധാര നടത്തുക. അതുപോലെ കൂവളത്തില കൊണ്ട് മാല ചാർത്തുക. ഇത് ഏറ്റവും അത്യുത്തമമാണ്. ശനി രുദ്രാക്ഷ തീർത്ഥം അത് നടത്തുക, രുദ്രതീർത്ഥം അഭിഷേകം നടത്തുക. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ദുരിതങ്ങളെല്ലാം ശമിക്കും. പിന്നെ ഈ പറയുന്ന കല്ലാണ്, നക്ഷത്രരത്നമാണ് നിങ്ങൾ ധരിക്കേണ്ടത്. ഇന്ദ്രനീല കല്ലാണ് ധരിക്കേണ്ടത്. ശനിയാഴ്ച വ്രതം നിങ്ങൾ പരമാവധി നോക്കാൻ ശ്രമിക്കുക.
നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് ശനി പൂജ അന്ന് ചെയ്യണം. ശനി പൂജ ചെയ്തില്ല സാധിക്കാത്തവരാണെങ്കിൽ ഈ ശിവക്ഷേത്രത്തിലോ ശാസ്താക്ഷേത്രത്തിലോ പോയി പറഞ്ഞ കാര്യങ്ങളൊക്കെ പൂജകളൊക്കെ ചെയ്താൽ മാത്രം മതി. പിന്നെ നീല വസ്ത്രമോ കറുത്ത വസ്ത്രമോ ധരിക്കുക. പിന്നെ നിത്യവും ഈ കഴിഞ്ഞ പറഞ്ഞ ആ സ്തോത്രം നിത്യവും ജപിക്കണം. നീലാഞ്ജന സമാഭാസം എന്ന സ്തോത്രം ജപിക്കാം. അതുകൂടാതെ നിങ്ങൾ ഈ പറയുന്ന കാര്യം കൂടി ചെയ്യണം. നിങ്ങൾ ഏത് മന്ത്രവും ജപിച്ചാലും വെറും നിലത്തിരിക്കാതെ വസ്ത്രയിലോ അല്ലെങ്കിൽ പുൽപ്പായയിലോ പലകയിലോ ഏതെങ്കിലും പീഠത്തിന്മേൽ ഇരുന്ന് വേണം നിങ്ങൾ നാമമന്ത്രങ്ങൾ ജപിക്കാൻ. എന്നാൽ മാത്രമേ അതിനുള്ള ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉന്നതി ഉണ്ടാകും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ജ്യോതിഷ പണ്ഡിതന്മാർ പറയുന്നത്, ഈ 5ാം ഭാവത്തെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ, ശനീശ്വര പൂജ ചെയ്യുമ്പോൾ അതിന് മുമ്പുള്ള 6ാം ഭാവവും കുംഭം രാശിയുടെ അധിപനും ശനിയാണ്. കുംഭം രാശി 6 എന്ന് ഉദ്ദേശിച്ച ദുസ്ഥാനമാണ്. അതിൽ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഷ്ടങ്ങൾ ദുരിതങ്ങൾ വർദ്ധിക്കും എന്നാണ് ചില ജ്യോതിഷ പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ അനുഭവം അതനുസരിച്ച് നിങ്ങൾ അത് ചെയ്യാതിരിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദുരിതങ്ങൾ കൂടുതൽ വർദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ശനീശ്വര പൂജയ്ക്ക് പകരം ലഗ്നാധിപനെയാണ് ഭജിക്കേണ്ടത്. ലഗ്നാധിപൻ എന്ന് പറഞ്ഞാൽ കന്നി ലഗ്നക്കാരുടെ അധിപൻ ബുധനാണ്. അപ്പോൾ ബുധനെയാണ് ഭജിക്കേണ്ടത്. ഇങ്ങനെ നിങ്ങൾക്ക് ദോഷം കൂടുതൽ വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ കന്നി ലഗ്നക്കാരെ ആ ലഗ്നാധിപനെ ഭജിച്ചാലും മതി. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതുപോലൊക്കെ ചെയ്ത് നിങ്ങൾ ജീവിതത്തിൽ നിത്യവും അനുഷ്ഠിച്ചു പോകുന്നാൽ കൃത്യസമയം, അതായത് രാവിലെ എപ്പോഴും 6 മണിക്ക് ആണെങ്കിൽ അത് തന്നെ നിത്യവും തുടരുക. ഇങ്ങനെ ചെയ്തു പോരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റം ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും സമ്പദ്സമൃദ്ധിയും ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും സമ്പദ്സമൃദ്ധിയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.